നമസ്കാരം. ഞാൻ ഈ വീഡിയോ ഈ നാട്ടിലുള്ള ഓരോ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് ഒരു അഡ്വൈസ് പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ വേണ്ടി പാടില്ല. രാത്രി ആയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. നിങ്ങൾ ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്ന സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിലെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു റൂമിലേക്ക് പോലും നിങ്ങൾ പോകാൻ വേണ്ടി പാടില്ല. അഥവാ നിങ്ങൾ അവിടൊക്കെ പോയി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ തെറ്റുകാരാരാണ്? നിങ്ങളാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് പോയത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. ഇതേ ചോദ്യമാണ് ഇപ്പൊ നടന്ന കൊൽക്കത്തയിലെ പീഡന കേസിലും ഉയർന്നു വരുന്നത്. ആ പെൺകുട്ടി എന്തുകൊണ്ട് ഒറ്റയ്ക്ക് ആ സെമിനാർ ഹാളിൽ പോയി? ഇതാണ് പ്രശ്നം. ഈ ചോദ്യം ഉന്നയിച്ചത് വേറെ ആരുമല്ല, ആ ഹോസ്പിറ്റലിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള സഞ്ജയ് ഘോഷാണ്. പുള്ളി പറയുന്നത് ആ സ്ത്രീ അവിടെ ഒറ്റയ്ക്ക് പോയത് കൊണ്ടാണ് ആ വിഷയം എല്ലാം ഉണ്ടായത്. ആ പെൺകുട്ടി എന്തിനാണ് ഒറ്റയ്ക്ക് പോയത്? ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വല്ലതും വരുമോ? ആ പെൺകുട്ടിയെ ക്രൂരമായിട്ട് പിച്ചി ചീന്തിയ നരാധമന്മാരുടെ ഭാഗത്തേ അല്ല തെറ്റ്, ആ പെൺകുട്ടിയുടെ ഭാഗത്താണ്. ഈ നടന്ന പീഡന കേസിൽ ആകെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയാണ്. മൊത്തത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. അതിന് ആ ഹോസ്പിറ്റലുകാരും കൂട്ടു നിൽക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പളിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു വരുമോ? ഈ ഹോസ്പിറ്റൽ ജീവനക്കാര് പെൺകുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചിട്ട് പറഞ്ഞത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്നാണ്. എന്നിട്ട് കരഞ്ഞു വിളിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തിയ മാതാപിതാക്കളെ പെൺകുട്ടിയുടെ മൃതദേഹം പോലും കാണിക്കാൻ വേണ്ടി തയ്യാറായില്ല. 3 മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ പെൺകുട്ടിയുടെ ബോഡി പോലും കാണിച്ചത്. ആ ഒരു ക്രൈം സീൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതൊരു സെക്ഷൽ അസോൾട്ട് ആണെന്ന് മനസ്സിലായിട്ട് പോലും ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ കോസ് ഓഫ് ഡെത്ത് ആയിട്ട് എഴുതിയിരിക്കുന്നത് അൺനാച്ചുറൽ ഡെത്ത് എന്നാണ്. എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ? അതുകൂടാതെ തന്നെ ആ ഹോസ്പിറ്റലിൽ ആൾക്കാർ തന്നെ ആ സെമിനാർ ഹാളിന്റെ അപ്പുറത്ത് റെനോവേഷൻ നടത്താൻ വേണ്ടി ഇടിച്ചു പൊളിച്ചു. പിന്നെ പീസ്ഫുൾ ആയിട്ട് സമരം ചെയ്ത ആൾക്കാരുടെ ഇടയിൽ നിന്ന് കുറെ ഗുണ്ടകൾ വന്ന് ആ ഹോസ്പിറ്റൽ മുഴുവൻ അടിച്ചു തകർത്തു. ഇതൊക്കെ തെളിവ് നശിപ്പിക്കാനല്ലാതെ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? എന്നിട്ട് ആ സഞ്ജയ് ഘോഷ് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പൾ റെസിഗ്നേഷൻ കൊടുത്തു. റെസിഗ്നേഷൻ കൊടുത്ത സമയത്ത് ബംഗാൾ ഗവൺമെന്റ് ആ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തില്ല. പകരം അയാളെ ട്രാൻസ്ഫർ ചെയ്തു വേറൊരു മെഡിക്കൽ കോളേജിലേക്ക് പ്രിൻസിപ്പൾ ആയിട്ട്. സസ്പെൻഷൻ കൊടുക്കുകയോ അല്ലാതെ ലോവർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ല ചെയ്തത്. അയാളെ ഹയർ ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് പിന്നെയും ട്രാൻസ്ഫർ ചെയ്തേക്കുന്നു. ഇതിൽ നിന്ന് തന്നെ ഗവൺമെന്റിന്റെ ഇടപെടൽ എത്രത്തോളമാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ഇത്രയും പ്രൊട്ടസ്റ്റിന് ശേഷമാണ് ഈ കേസ് CBIയിലേക്ക് വിട്ടുകൊടുത്തത്. പക്ഷെ CBIയിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു. എപ്പോഴും ഒരു റേപ്പ് കേസിന്റെ കാര്യത്തിൽ ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം എന്തെന്നറിയാമോ? വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ക്രൈം സീനാണ്. എപ്പോഴും ആ ഒരു ക്രൈമിനെ കുറിച്ചുള്ള ഫുൾ ഇമേജ് കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ആ ക്രൈം സീനാണ്. അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒരു ക്രൈം നടക്കുമ്പോൾ, ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൈം നടക്കുന്ന സമയത്ത് ആ ക്രൈം സീൻ സെക്യൂർ ആക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അവിടെ അൺടച്ച്ഡ് ആക്കി വെക്കുക. ഒരിക്കലും ആ ക്രൈം സീനിന്റെ ആ ഒരു സംഭവം ഇല്ലാതെയാക്കരുത്. അത് ഇംപ്യൂർ ആക്കി മാറ്റരുത്. അവിടെ ഇംപ്യൂർ ആക്കി കഴിഞ്ഞാൽ അവിടെ പല കാര്യങ്ങളും പല തെളിവുകളും നശിച്ചു പോകും. അപ്പൊ സെക്യൂർ ആയിട്ടുള്ള ഒരു ക്രൈം സീൻ ആണ് നമ്മൾ റേപ്പ് കേസിന്റെ കാര്യത്തിൽ ആദ്യം വേണ്ടത്. അങ്ങനെ സെക്യൂർ ആയിട്ടുള്ള ഒരു ക്രൈം സീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മെഡിക്കൽ ടീമിനും ഫോറൻസിക്കുകാർക്കും ഒക്കെ പെട്ടെന്ന് അവിടേക്ക് പോകാം. അവിടെ നിന്ന് തെളിവുകൾ കളക്ട് ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പോലും ഹോസ്പിറ്റലുകാർ പുറത്തു പറഞ്ഞത്. ഇവിടെ ഗ്യാങ് റേപ്പ് ആണ് എന്ന് വ്യക്തമായിട്ട് മെഡിക്കൽ ഓഫീസർ ഫോറൻസിക്കുകാർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതുവരെ ഒരു പ്രതിയാണ് പിടിച്ചത്. ബാക്കി ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതുവരെ സാധിച്ചില്ല. ഹോസ്പിറ്റലിൽ അടിച്ചു തകർത്ത ഗുണ്ടകൾ ആരാണെന്ന് കണ്ടെത്താൻ പോലും ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, ബംഗാളിലെ CM മമതാ ബാനർജി പുള്ളിക്കാരി തെരുവിലിറങ്ങി പ്രൊട്ടസ്റ്റ് നടത്തുവാണ് പുള്ളിക്കാരിക്കെതിരെ തന്നെ. നമ്മുടെ ഒരു സ്റ്റേറ്റിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? CM ആണ്. അവിടെ എന്ത് കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു റേപ്പ് നടന്നു, നമ്മളൊരു സ്റ്റേറ്റിലെ CM ആണ്, അവിടെ ഒരു റേപ്പ് നടന്നു, അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കാനും കൃത്യമായിട്ട് ആ പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഇടാനുള്ള ഒരു അധികാരം ആർക്കാണുള്ളത്? CM-നല്ലേ? പക്ഷെ ഇപ്പൊ CM ആൾക്കാരെ കണ്ണി പൊടിയിടാൻ വേണ്ടി തെരുവിലിറങ്ങി പ്രൊട്ടസ്റ്റ് നടത്തുവാണ്. പ്രൊട്ടസ്റ്റ് നടത്തുന്നതിന് ഉദ്ദേശം എന്താണെന്നറിയാമോ? പ്രതികൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി. ആദ്യം പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പോലീസുകാരോട് തന്നെ പറയുകയല്ല ചെയ്യുന്ന CM. എപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന റേപ്പ് കേസുകളുടെ മിക്ക വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ ആണ്. ക്രിമിനൽസിന് നല്ല നല്ല പൊളിറ്റിക്കൽ നേതാക്കന്മാരുമായിട്ടും വലിയ വലിയ നേതാക്കന്മാരുമായിട്ടും കണക്ഷൻ ഉണ്ട്. പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ ആണ് റേപ്പ് കേസുകളുടെ ഏറ്റവും വലിയൊരു ത്രെറ്റ്. അതുകൊണ്ടാണ് മിക്കപ്പോഴും പ്രതികൾ പിടിക്കപ്പെടാതെ പോകുന്നത്. സ്പീഡി ആയിട്ടുള്ള ഒരു അന്വേഷണമില്ല, സ്പീഡ് ആയിട്ടുള്ള അന്വേഷണമില്ല, കൃത്യമായിട്ടുള്ള ട്രയൽ നടക്കാറില്ല. റേപ്പ് കേസിലൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം, പെട്ടെന്ന് അന്വേഷണം നടത്തണം. എങ്കിൽ മാത്രമേ പെട്ടെന്ന് തെളിവുകൾ നശിക്കാതെ കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്രയും താമസിക്കുന്നു അത്രയും ക്രിമിനൽസിന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ 6 മാസത്തിനുള്ളിൽ ട്രയൽ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഇവിടെ ഇപ്പം റേപ്പ് നടന്ന സമയത്ത് ആ പെൺകുട്ടി മരിച്ചുപോയി. മരിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ അത്രയും വേദന വെച്ചിട്ട് ആ സ്ത്രീ വർഷങ്ങളോളം കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് നീതി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയും ക്രൂരമായിട്ട്
ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ റേപ്പ് എന്ന് പറയുന്നത്. അത്രയും ക്രൂരത ചെയ്തിട്ട് പോലും കൃത്യമായിട്ട് പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഗവൺമെന്റിനോ നിയമങ്ങൾക്കോ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്? ഇതല്ല ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം കിട്ടി 78 വർഷങ്ങളായിട്ട് പോലും ഈ നാട്ടിലെ സ്ത്രീകൾക്ക് നേരെ ചൊവ്വേ നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വാതന്ത്ര്യം? നേരെ ചൊവ്വേ നടക്കാനോ മാന്യമായിട്ട് നടക്കാനോ ഉള്ള ഒരു അവകാശം ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഇല്ല. പലപ്പോഴായിട്ട് എല്ലാവരും പറയുന്ന കാര്യം, എന്തിനാണ് ഒറ്റയ്ക്ക് പോകുന്നത്? എന്തിനാണ് രാത്രി പോകുന്നത്? എന്നാൽ ആരും തന്നെ പുരുഷന്മാരോട് പറയത്തില്ല, രാത്രി ഒറ്റയ്ക്ക് ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അവരെ സേഫ് ആയിട്ട് ഇത് ചെയ്യണം, അല്ലെങ്കിൽ അവരോട് ഒരിക്കലും അലോസരം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല. ജെൻഡർ ഇക്വാളിറ്റി എന്താണെന്നുള്ളത് ഒരു കാരണവശാലും പുരുഷനോട് പഠിപ്പിച്ചു കൊടുക്കില്ല. പലപ്പോഴായിട്ട് ഞാൻ തന്നെ ചെയ്യുന്ന വീഡിയോയുടെ അടിയിൽ, ഇക്വാളിറ്റി അല്ലേ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പല ആൾക്കാരും പുച്ഛത്തോടെ വന്ന് സംസാരിക്കുന്നുണ്ട്, പല ആൺകുട്ടികളും. ഈ ഇക്വാളിറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമോ? ഈ ഇക്വാളിറ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തെങ്ങിക്കയറാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് തെങ്ങിക്കയറാനുള്ള അവകാശം തരണമെന്നൊന്നുമല്ല. നിങ്ങൾ സ്വാതന്ത്ര്യമായിട്ട് രാത്രി പുറത്തിറങ്ങി നടക്കുന്നില്ലേ? അതേ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണമെന്നുള്ളതാണ്. ഞങ്ങളുടെ മാനത്തിന് ആരും വില പറയാതെ ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് തരണം എന്നുള്ളതാണ് ആ ഇക്വാളിറ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ സ്ത്രീ ശാക്തീകരണവും ഇക്വാളിറ്റിയിലൂടെ ഒക്കെ ഉദ്ദേശിക്കുന്നത് അതാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടതിനകത്തും ഒരാൾ പറയുന്നത് കേട്ടു, സ്ത്രീകൾക്ക് എന്തൊക്കെ പ്രിവിലേജുകളാണ്, സ്ത്രീകൾക്ക് എന്തൊക്കെ നിയമങ്ങളാണ്. എന്ത് പ്രിവിലേജ് ഉണ്ടെന്നാണ്? എന്ത് നിയമങ്ങളുണ്ടെന്നാണ്? എന്ത് നിയമങ്ങൾ ഉണ്ടായിട്ടും എന്ത് പ്രിവിലേജ് ഉണ്ടായിട്ടും ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയൊരു ഇതാണ് അഭിമാനം എന്ന് പറയുന്നത് സ്വന്തം ശരീരം. ആ ശരീരത്തിന് പോലും വില പറയുന്ന നരാധമന്മാരാണ് ഞങ്ങളുടെ ചുറ്റും. അപ്പൊ അത്രയും നരാധമന്മാര് ചുറ്റുമുള്ളപ്പോൾ ഇത്രയെങ്കിലും പ്രിവിലേജും ഇത്രയെങ്കിലും നിയമത്തിന്റെ സംരക്ഷണവും ഞങ്ങൾക്ക് വേണ്ടേ? ഇത്രയും സംരക്ഷണം ഉണ്ടായിട്ട് എന്ത് കാര്യം? നാളെ നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ആണ് ഈ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ, ഇല്ല, അങ്ങനെ വന്നാൽ പോലും ഒരു പുരുഷന് ആ ഒരു വേദന മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തില്ല. അതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു സ്ത്രീ ആ രീതിയിൽ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പുരുഷനും സാധിക്കത്തില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലെ റേപ്പ് കേസുകളിലൊക്കെ പ്രതികൾ പിടിക്കപ്പെടാത്തതിനുള്ള മെയിൻ കാരണം പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ ആണെന്നുള്ളത്. അതാണ് യാഥാർത്ഥ്യം. വലിയ വലിയ വാർത്തയായിട്ടുള്ള എല്ലാ റേപ്പ് കേസുകളും നിങ്ങൾ എടുത്തു നോക്കിക്കോ, പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നത് ടോപ്പ് നോച്ച് വക്കീലായിരിക്കും. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പൈസ വാങ്ങിക്കുന്ന വക്കീലായിരിക്കും പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നത്. എങ്ങനെ? പൊളിറ്റിക്സിന്റെ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ടാണോ അന്വേഷണം നടക്കുന്നില്ല? ഇവിടെ തന്നെ വലിയ വലിയ പുള്ളികളൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ പിടിച്ചേക്കുന്നത് ഒരു ഞാഞ്ഞൂലിനെ മാത്രമാണ്. വലിയ കണക്ഷനോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഞാഞ്ഞൂലിനെ പിടിച്ചു ഇരയാക്കിയിട്ടുണ്ട്. അയാളും പ്രതി ആയിരിക്കും, പക്ഷെ അയാളെ മാത്രം പിടിച്ചിട്ടുണ്ട്. പകരം പല ആൾക്കാരെ മറച്ചു പിടിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് തൊട്ടപ്പുറത്ത് റിനോവേഷൻ നടത്തിയത്? ഈ ഒരു സെമിനാർ ഹാളിന്റെ തൊട്ടപ്പുറത്ത് ഇടിച്ചു പൊളിച്ചിട്ടേക്കാണ്. അപ്പൊ അവിടെ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവിടെ മറച്ചു വെച്ചു. ഗുണ്ടകൾ വന്ന് ഹോസ്പിറ്റലിൽ അടിച്ചു തകർത്തു. പീസ്ഫുൾ ആയിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുടെ ഇടയിൽ നിന്ന് എവിടെ നിന്ന് ഗുണ്ടകൾ വന്നു? വളരെ പീസ്ഫുൾ ആയിട്ടായിരുന്നു ഡോക്ടർമാർ അവിടെ സമരം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനിടയ്ക്കൊന്ന് ഗുണ്ടകൾ എവിടെ നിന്ന് വന്നു? ആരുടെ ഗുണ്ടകളാണ്? ഈ ബംഗാൾ ഗവൺമെന്റ് പറയുന്നത് അത് CPIM-ന്റെയും BJP-യുടെയും ഗുണ്ടകളാണെന്നാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മമതാ ബാനർജി ചെയ്യുന്നത്, അവരൊരു സ്ത്രീയാണെന്ന് പറയാൻ എനിക്ക് പുച്ഛം തോന്നുന്നു. അവരുടെ കയ്യിൽ പവർ ഉണ്ടായിട്ട് പോലും അവർ ഈ കാണിക്കുന്ന വേലത്തരം. എന്ത് വേലയാണ് ഈ കാണിക്കുന്നത്? ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സ്ത്രീകളോട് ആ ഒരു അഡ്വൈസ് തന്നത്. കാരണം എന്താണെന്നറിയാമോ? നമ്മളെ സൂക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ നാട്ടിലെ നിയമങ്ങളോ കോടതിയോ ഒന്നും തന്നെ നമ്മുടെ ഒപ്പം നിൽക്കത്തില്ല. ഇങ്ങനെയുള്ള കേസുകളിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഡൽഹിയിൽ നടന്ന പീഡന കേസിന്റെ കാര്യം നമ്മൾ കണ്ടതാണ്. രാജ്യത്തെ നടുക്കിയ പീഡന കേസാണ്. പക്ഷെ അതിലും കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ 7 വർഷം എടുത്തു. ഇവിടെ ഇനി എത്ര വർഷം എടുക്കും? ഒരു പാവ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് മകളെ വളർത്തി ഡോക്ടറാക്കി പഠിപ്പിച്ച് ഡോക്ടറാക്കിയതാണ്. മകളെ കാണാൻ വേണ്ടി കൊതിച്ച് ഡോക്ടറാക്കിയതാണ്. എന്നിട്ട് ആ അച്ഛനും അമ്മയ്ക്കും എന്ത് കിട്ടി? സ്വന്തം മകളുടെ മൃതശരീരം. എന്നിട്ട് സ്വന്തം മകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ പോലും അച്ഛനും അമ്മയ്ക്ക് സാധിക്കുന്നില്ല. അവിടെ പോലും പണം കൊടുത്ത് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്.